ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് രാജ്മ ബീൻസ് കൊണ്ടൊരു വടയാണ്. അതിനായിട്ടിപ്പോൾ ഞാൻ 100 ഗ്രാം രാജ്മ ബീൻസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഒരു 6-7 മണിക്കൂർ കുതിരാൻ വെക്കണം. ഇനി നമുക്ക് മുഴുവൻ വെള്ളം കളഞ്ഞ ശേഷം പയറെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ ഞാൻ കുറച്ച് തേങ്ങാ കഷ്ണങ്ങളും 3-4 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം നമുക്കൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സ്പൂൺ പെരുംജീരകമാണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. എരിവിനായിട്ട് ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ആഡ് ചെയ്യുന്നത്. കുറച്ച് കൂടുതൽ മുളക് പൊടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള വടയാണിത്. മണത്തിനായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വടയെല്ലാം പൊട്ടി പോകാതിരിക്കാനായിട്ട് ഒരു സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാവുന്നതാണ്. വടയെല്ലാം ഞാനിപ്പോൾ പൊരിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി എണ്ണ ചൂടാക്കാൻ വെക്കാം. ആദ്യം തീ കൂട്ടിയിട്ട് എണ്ണ ഒന്ന് ചൂടാക്കാം. അതിനുശേഷം തീ കുറച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വടയെല്ലാം ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം നമുക്ക് വടയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ. എങ്കിൽ മാത്രമേ ഉള്ളെല്ലാം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇനി നമുക്കെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്. നല്ലൊരു രുചികരമായ ഒരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമുക്ക് എല്ലാ വടകളും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 100 ഗ്രാം പയറാണ് എടുത്തിട്ടുള്ളത്. അതിന് എനിക്കിപ്പോൾ ഇത്രയും വടയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ രാജ്മ ബീൻസ് വടയൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണിത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.